വീഴ്ച പറ്റിയത് എനിക്ക് തന്നെയാണ്. അധികാരം പിടിച്ചെടുക്കണമെന്നുള്ള ആവേശത്തിലും വ്യാമോഹത്തിലും ഞാൻ എന്നെ സ്വയം മറന്നുപോയി. ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്കൊരു 10 മിനിറ്റ് സമയം തരണം. ശരി. എമ്പ്രാൻ അല്പം കട്ടുമുടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നാണ് പുരാണം. അതിന് എമ്പ്രാനായ അനന്തൻപിള്ള നല്ലോല കട്ട് കള്ളപ്പണ മുഴുവൻ ഇലക്ഷന് വേണ്ടി ഒഴുക്കി. പരിസരവാസികളായി ഞാനും നീയും അല്പം തൊട്ട് മക്കി. അതൊരു തെറ്റാണോ? അതൊരു തെറ്റല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അത് ഭയങ്കര തെറ്റാണെന്ന് പോലീസ് മൂരാജികൾ വിചാരിക്കുന്നു. ആശാൻ അകത്ത് കിടക്കുന്നുണ്ട് ശിഷ്യന്മാരായ നമ്മളെ രണ്ടുപേരെയും പൊക്കും. ആശാൻ വലിയ നേതാവായതുകൊണ്ട് അയാളെ പോലീസ് തല്ലത്തില്ല. പക്ഷെ എന്റെ നിന്റെ ഉണ്ടല്ലോ, തണ്ണിമത്തം പോലുള്ള ഈ വയറിലിട്ട് പോലീസ് ചപ്പാത്തി പരത്തും പോലെ പരത്തും. മാത്രമല്ല കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവും പറയും. എനിക്ക് അസഭ്യം കേൾക്കാൻ വലിയ ഇഷ്ട. നീ പിന്നെ മനുഷ്യജന്മമല്ലല്ലോ. പൊടിയാടി, നീ വാൽപ്പാറയ്ക്ക് മുങ്ങും, ഞാന് കൊടൈക്കനാലിലേക്ക് മുങ്ങാം. തമിഴ് പോലീസിന്റെ സഹായത്തോടെ കേരള പോലീസ് അവിടെ വന്ന് പിടിക്കും. തമിഴിലുള്ള അസഭ്യവും കേൾക്കണം. പോലീസ് എന്തെങ്കിലും ചെയ്തോട്ടെ. എടാ, കട്ടെടുത്ത കാശ് മാത്രം ചോദിക്കാതിരുന്നാ മതി. ഒരു 3-4 കോടി പൊടിയാടി അമ്മയ്ക്കല്ലേ. എങ്ങനെ മുക്കാൻ പറ്റും? അനന്തന്റെ കണ്ണാണ്. കട്ടെന്നറിഞ്ഞ തട്ടിക്കളയും. എന്റെ ദൈവമേ, കട്ടെടുത്ത കാശ് മുഴുവനും എന്റെ അച്ഛൻ മാർക്കോസ് പൊടിയാടിയുടെ കല്ലറയെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. മാർക്കോസ് ചത്തുപോയെങ്കിലും എന്നെക്കാളും വലിയ കള്ളനാ. ഇനി കല്ലറയിൽ നിന്ന് കാശ് പഠിച്ചോണ്ട് അയാൾ പോവോ? എന്റെ ദൈവമേ. എടോ, താൻ എന്താണ് പൊടിയാടി ഇത്രയ്ക്ക് ആലോചിക്കുന്നത്? ചത്തുപോയ എന്റെ അപ്പൻ മാർക്കോസ് പൊടിയാടി ഭാവിയിൽ ഒരു പുണ്യാളനാ. അദ്ദേഹത്തിനോടൊന്ന് പ്രാർത്ഥിച്ചതാ. അല്ല ജയ, താൻ ഈ കാശൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനാ? അവിടെ ഒന്ന് അതുകൊണ്ട് അടിച്ചെടുക്കാനാണോ? എന്റെ പൊന്ന് ജയ, അതിനൊന്നും അല്ല. ദയവ് ചെയ്ത് പോലീസിന് കൊടുക്കരുത്. നീ കാശ് കൊണ്ടുവന്ന് വല്ല സെപ്റ്റി ടാങ്കിലും താഴ്ത്തു. അവിടെ ആവുമ്പോഴേ പോലീസ് കയറില്ല, അവന്മാരുടെ തല കറങ്ങും. താൻ കൊള്ളാലോടെ പൊടിയാടി. സെപ്റ്റി ടാങ്കില് കാശ് സൂക്ഷിച്ചാലേ അത് ദ്രവിച്ചു പോവും. എനിക്കിട്ട് പണി തരുന്നതല്ലേ? അയ്യോ, ഒരിക്കലും അല്ല. നമ്മൾ രണ്ടുപേരും 2 പൊളിറ്റിക്കൽ ഫ്രോഡുകളാണല്ലോ. വർഗസ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ. ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം? പോലീസ് പിടിക്കുന്നതിന് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കണമല്ലോ. IG-യുടെയോ DGP-യുടെയോ വീട്ടിൽ കയറി ഒളിച്ചിരുന്നാലോ നമുക്ക്? അവിടെ ആവുമ്പോ പോലീസ് പിടിക്കത്തില്ലല്ലോ. എടാ, നടപ്പുള്ള കാര്യം വല്ലതുണ്ടെങ്കിൽ പറ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാഷായ വേഷം ധരിച്ച് കാശിക്ക് പോകാം. കുറെ സന്യാസികളെ പോലെയൊക്കെ അലങ്ങി നടക്കാം. ഒടുവിൽ ഈ കേസും പൊക്കാറൊക്കെ കഴിയുമ്പോ തിരിച്ചു വരാം. അത് കൊള്ളാം. വാ. എന്നാ വാ. അയ്യോ, എന്താ? പോലീസ്. പോലീസുകാരാണല്ലേ? അല്ല, നിങ്ങൾ പറയാറില്ലേ അവന്മാരാ യമകാലന്മാര്. സാറേ, ഇത് അവന്മാരല്ലേ? അതെ അതെ. നിങ്ങളവിടെ എന്താടാ? എന്നെ പിടിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ നേരെ വന്നതാ. എന്നെ വേഗം പിടിച്ചോ. നിങ്ങൾക്ക് വേണ്ടുവോളം ഇടിച്ചോ, പക്ഷേ അസഭ്യം പറയരുത്. വാടാ ഇങ്ങോട്ട്. അയ്യോ, മിസ്റ്റർ അനന്തൻപിള്ള, നിങ്ങളിങ്ങനെ പോലീസ് ക്ലബില് എപ്പോഴും ഇരുത്തിക്കൊണ്ടിരിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ ഹാജരാക്കണം. ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ചൊരു കേസാണ്. എല്ലാ പ്രൊസീജിയേഴ്സും ഞങ്ങൾക്ക് കൃത്യമായി ചെയ്തേ പറ്റൂ. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തോളൂ. വോട്ട് വാങ്ങാൻ പണം ഒഴുക്കുന്നതാണോ ശരിയെന്ന് തോന്നുന്ന നടപടി?
അത് നേരിട്ട് നിയമത്തിന്റെ കുരുക്കിലേക്കുള്ള ടിക്കറ്റ് എടുക്കലാണ്. തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി പണം വിതരണം ചെയ്യുന്നത് ചെറിയ കാര്യമല്ല, നേരിട്ടുള്ള നിയമലംഘനമാണ്. BNS പ്രകാരം കുറഞ്ഞത് 1 വർഷമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമാണ്. അനുകൂലമായ ഒരു ഘടകവുമില്ല. നിങ്ങൾ ഇത്രയും വലിയൊരു നേതാവായിരുന്ന ആളല്ലേ? അതുകൊണ്ട് ചോദിക്കുക, മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സത്യം പറയാലോ, വീഴ്ച പറ്റിയത് എനിക്ക് തന്നെയാണ്. അധികാരം പിടിച്ചെടുക്കണമെന്നുള്ള ആവേശത്തിലും വ്യാമോഹത്തിലും ഞാൻ എന്നെ സ്വയം മറന്നുപോയി. ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്കൊരു 10 മിനിറ്റ് സമയം തരണം. ശരി. അങ്ങനെ അച്ഛന്റെ തകർന്നു പോയ പാർട്ടിയെ മകള് ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെയൊന്നും പറയില്ല അമ്മ. ഞാൻ അച്ഛനൊരു ഗീതോപദേശം കൊടുത്തു എന്നുള്ളത് ശരിയാ. പക്ഷേ ഇതിന്റെ ഫുൾ ക്രെഡിറ്റും രാജുനുള്ളതാ. എനിക്കോ? അമ്മതേ, ഇത് അമിത വിനയം കാണിച്ച് ത്യാഗിയാവുന്നതാ. നിരാശയിലേക്ക് മാറിപ്പോയ വർമ്മ സാറിനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് അമ്മയുടെ ഈ മകള് തന്നെയാ. എന്ന് നീ അങ്ങ് പറഞ്ഞാലും മുഴുവനായിട്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കത്തില്ല. ശിവന്റെ സാമീപ്യമില്ലാതെ ശക്തിക്ക് എല്ലാം അങ്ങ് ചെയ്യാൻ പറ്റില്ലല്ലോ. അകലെ ആയാലും ശിവന് അനുകൂലമായിട്ട് നിന്നാ മതി. ഞാൻ പറഞ്ഞു വന്നതേ, നിന്റെ സപ്പോർട്ടില്ലാതെ ഋതുമോൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയാ. ഈ നിൽക്കുന്നത് ആരാ? പുലിയാ, പുള്ളിപ്പുലി. പുള്ളിപ്പുലിയോ കള്ളിപ്പൂച്ച എന്തോ ആകട്ടെ, ഇലക്ഷൻ തകർത്ത് വാരിയല്ലോ. പ്രതാപേട്ടന്റെ പ്രസ്ഥാനം തിരിച്ചു വന്നില്ലേ? അയ്യോ, അത് ഭർത്താവിന്റെ പ്രസ്ഥാനം മാത്രമല്ല, എന്റെ അപ്പൂപ്പൻ സാക്ഷാൽ മഹാദേവ വർമ്മയുടെ പ്രസ്ഥാനം കൂടിയാ. ആ ജഗന്നാഥൻ അങ്കിളിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അനന്തംപിള്ള പോലീസ് കസ്റ്റഡിയിലാ. എങ്ങനെ കണ്ടെത്തുന്ന ഞങ്ങൾ ആലോചിക്കുന്നത്? എങ്ങനെയും കണ്ടെത്തണം രാജു. ആ അനന്തംപിള്ള ദുഷ്ടനാ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങും മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മക്കളെ, ഒരു മിനിറ്റ്. ആമേ. ഹലോ സർ. ആ സിസ്റ്റർ, തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു സർ. ഒത്തിരി സന്തോഷം. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സിസ്റ്റർ. അപ്പോ സാർ മുഖ്യമന്ത്രിയാവുമല്ലോ? എല്ലാവരും അങ്ങനെ നിർബന്ധിക്കുന്നു, പക്ഷേ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാൽ സാറിന്റെ ഒരു വെൽവിഷറായ ഞാനും നിർബന്ധിക്കുന്നു.